ഇന്നൊരു കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ തൊലിച്ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് കീറിയത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതും കൂടി ചേർത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി കുറച്ച് തേങ്ങ ചിരകിയെടുക്കാം. അപ്പോൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് കുറച്ച് പുളി വേണം. അപ്പോൾ ആ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെക്കാം. കുമ്പളങ്ങ വെന്തതിന് ശേഷം നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പൊടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് കടുക് പൊട്ടിച്ചൊഴിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം.